Hi Cadets and welcome back to my channel. Cadets 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ജൂലൈ 6 മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 26 ആണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. 2026 നോട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകതയാണ് 22 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്തിരിക്കണം. +2 പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഫുൾ അപ്ഡേറ്റഡ് വീഡിയോ ഇതേ സെയിം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം അടങ്ങിയ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നൊരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഇതേ സെയിം ചാനൽ തന്നെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2026 എയർഫോഴ്സ് Y എന്നൊരു ട്രേഡിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏതൊക്കെ സിലബസാണ് കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റ് കവർ ചെയ്യണം, ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര മാർക്ക് വീതമാണ് എക്സാമിന് വരാൻ പോകുന്നത് എന്നീ കാര്യങ്ങളടങ്ങിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വീഡിയോ നിങ്ങൾ ഫുൾ കാണണം. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. കാരണം നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എയർഫോഴ്സ് Y എന്നൊരു ട്രേഡ് റിലേറ്റഡ് ഏതൊക്കെ ടോപ്പിക് അതേപോലെ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ആ ടോപ്പിക് എല്ലാം തന്നെ ഇവിടെ നിന്ന് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. ഫുൾ സിലബസ് ഒരു ടോപ്പിക് പോലും വിടത്തില്ല. ഏതെങ്കിലും ടോപ്പിക് ഞങ്ങൾ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. സാറ് പറഞ്ഞ കണക്ക് ഈ ഒരു ടോപ്പിക് പഠിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങളും എയർഫോഴ്സ് Y എന്നൊരു ട്രേഡിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ മറ്റെവിടെയെങ്കിലുമാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടോപ്പിക്കുമായിട്ട് കമ്പയർ ചെയ്യണം. ഈ ടോപ്പിക്കെല്ലാം അവിടെ കവർ ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഒരു ചാൻസ് മിസ്സാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരു വേക്കൻസി എന്ന് പറയുന്നത്, അതേപോലെ ഒരു ചാൻസ് എന്ന് പറയുന്നത് അത്ര സിമ്പിളല്ല. ഒരു വർഷത്തിൽ ഒരു തവണയാണ് നമുക്കൊരു ചാൻസ് കിട്ടുന്നത്. ആ ഒരു ചാൻസ് ഒരു കാരണവശാലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയാലോ? അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. കംപ്ലീറ്റ് സിലബസ് സ്പെഷ്യലി എയർഫോഴ്സ് Y എന്നൊരു ട്രേഡിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായിട്ട്. ഇനി എയർഫോഴ്സ് എക്സിൻ്റെയും അതേപോലെ തന്നെ ബോത്ത്, അതായത് എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെയും അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് സിലബസ്, ഇംഗ്ലീഷ്, രാഗ. എന്താണ് ഈ രാഗ? അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്താണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, ഏതൊരു ട്രേഡിന് തയ്യാറെടുക്കുകയാണെങ്കിലും അതേപോലെ ഏതൊരു ഫോഴ്സിൻ്റെ എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിലും ആ ഒരു എക്സാമിൻ്റെ സിലബസ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് എത്ര ക്വസ്റ്റ്യനാണ് വരുന്നത്, ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്, അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണ്, അതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നേറ്റീവ് മാർക്കിംഗ് എത്രയാണ്, എക്സാം എപ്പോഴാണ് ആരംഭിക്കാൻ പോകുന്നത്, ഈ പോയിൻ്റ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു വർക്കൗട്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ സ്റ്റഡി പ്ലാനാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ആ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണോ വർക്കൗട്ട് പ്ലാൻ ഒരു ട്രെയിനിങ്ങിനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്, അതേ രീതിയിൽ നമ്മുടെ സ്റ്റഡി പ്ലാനും പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പഠിക്കണം, എന്ത് പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ട എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സ് Yയുടെ സിലബസ് അപ്ഡേറ്റഡ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നോക്കാം. ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വരും. രാഗയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ. രാഗ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ സബ്ജക്റ്റാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. റീസണിങ്, മാത്സ്, GK ആൻഡ് GS. ഇവിടെ തന്നെ റീസണിങ്ങിൻ്റെ വെയിറ്റേജ് കൂടുതലാണ്, അതേപോലെ തന്നെ മാത്സിൻ്റെ വെയിറ്റേജും കൂടുതലാണ്. ചില ഷിഫ്റ്റിലൊക്കെ മാത്സിൻ്റെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. GKയിൽ നിന്നും GSൽ നിന്നും വളരെ കുറച്ച് ക്വസ്റ്റ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. ആനന്ദ് ഡിഫൻസ് അക്കാഡമിയുടെ മോക്ക് ടെസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോകാനും പറ്റും. നോക്കൂ കുട്ടികളെ, എക്സാം ഡ്യൂറേഷൻ 45 മിനിറ്റ്സ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. നേറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 0.25 ആണ്. പിന്നെ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എയർഫോഴ്സിൻ്റെ
എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ സ്റ്റേജ് 1 മാത്രമാണ് എക്സാം വരുന്നത്. സ്റ്റേജ് 2 എല്ലാ ഈവൻറ്റും ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. സ്റ്റേജ് 1 നമ്മൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫും അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫും ഒക്കെ നല്ല രീതിയിൽ വേർതിരിച്ചാണ് ഫൈനൽ അപ്ഡേറ്റ് ഇടുന്നത്. അപ്പോൾ അതനുസരിച്ചൊക്കെ വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. എന്താണ് സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ്, എന്താണ് ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് എല്ലാം കയറി കാണുക. ഇതേ സെയിം ചാനൽ തന്നെയായിരിക്കും ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ കുട്ടികൾ, ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ആർട്ടിക്കിൾ ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, ടെൻസ്, പ്രൊനൗൺ, നരേഷൻ, റിപ്പോർട്ടഡ് സ്പീച്ച്, വോയിസ്, preposition, question tag, conjunction, noun, parts of speech, subject verb agreement, modal verbs, sentence, adjectives, if clause and vocabulary section. Vocabulary section തന്നെ ഡിഫറെൻറ്റ് പാർട്ടാണ്. അവിടെ അനോണിയംസ് വരും, സിനോണിയംസ് വരും, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വരും, മിസ്പെൽഡ് വരും, അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി വരുന്നതാണ് ഈ വൊക്കാബുലറി സെക്ഷൻ എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ PDF കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇത്രയും ടോപ്പിക് നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 17 അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഫോഴ്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ഹീറ്റ്, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി, പവർ, സൗണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നോക്കാം. ആസിഡ് ബേസ് സാൾട്ട്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, ആറ്റോമിക് സ്ട്രക്ചർ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പീരിയോഡിക് ടേബിൾ. ഇത്രയും ടോപ്പിക് തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇനി നമുക്ക് ബയോളജിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നോക്കാം. ഡിസീസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. പൊളിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾസ് ആൻഡ് പ്രിയാമ്പിൾസ്. നെക്സ്റ്റ് ജോഗ്രഫിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മൗണ്ടെയ്ൻസ്, റിവേഴ്സ് ആൻഡ് സോയിൽസ്, സ്റ്റാറ്റിക് GK, പിന്നെ ഹിസ്റ്ററിയുടെ ഫ്രീഡം മൂവ്മെൻറ്റ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇത്രയും സബ്ജക്റ്റ് കവറായി. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടുതലുള്ള പോർഷൻസ് വരാൻ പോകുന്നത്, അതായത് മാത്സും റീസണിങ്ങും. മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് LCM ആൻഡ് HCF, സിംപ്ലിഫിക്കേഷൻ, റേഷ്യൻ പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻസുറേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ആവറേജ്, സർഫസ് ഏരിയ, ട്രിഗ്നോമെട്രി, പെർസെൻറ്റേജ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഫ്രാക്ഷൻ, പ്രോബിലിറ്റി. ഇതെല്ലാമാണ് മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സെഷനകത്ത്, അതായത് അവിടെ പല ഷിഫ്റ്റിലെ എക്സാം നടക്കുന്നത്. അപ്പോൾ ചില ഷിഫ്റ്റിൽ മാത്സിൽ നിന്ന് മാത്രം 7 to 10 ക്വസ്റ്റ്യൻ വരാറുണ്ട്, ചില ഷിഫ്റ്റിൽ 8 ക്വസ്റ്റ്യൻ വരാറുണ്ട്, ചില ഷിഫ്റ്റിൽ 11 ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം. മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇതാണ്. നെക്സ്റ്റാണ് റീസണിങ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഇതിനാണ് ഇംഗ്ലീഷിന് ശേഷം. എയർഫോഴ്സ് വൈയുടെ കാര്യം പറഞ്ഞാൽ ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. നോക്കൂ കുട്ടികളെ, റീസണിങ്ങിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കാര്യം പറയുകയാണെങ്കിൽ ന്യൂമറിക്കൽ സീരീസ്, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, നമ്പർ റാങ്കിങ്, അസൈൻ ആർട്ടിഫിഷ്യൽ വാല്യൂസ് ടു മാത്തമാറ്റിക്കൽ ഡിജിറ്റ്സ്, ഇൻസെർട്ടിംഗ് കറക്റ്റ് മാത്തമാറ്റിക്കൽ സൈൻ, ബ്ലഡ് റിലേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മ്യൂച്വൽ റിലേഷൻ പ്രോബ്ലംസ്, ടാളസ് യംഗസ് റിലേഷൻ, ഡിക്ഷണറി വേർഡ്സ്, അനലോജി, നോൺ വെർബൽ റീസണിങ്, നമ്പർ കോഡിംഗ് ആൻഡ് റീകോഡിംഗ്, പസിൽ. ഇത്രയും ടോപ്പിക് കാണുമ്പോൾ മിക്ക കുട്ടികൾക്കും ടെൻഷനാകും, അയ്യോ ഇത്രയും പഠിച്ചാൽ ജോലി കിട്ടത്തുള്ളൂ എന്ന്. കുട്ടികളെ ഇത് കാണുന്ന കണക്കല്ല, നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. +2 ബേസിൽ നോൺ ടെക്നിക്കൽ കാറ്റഗറിയിലുള്ളൊരു ജോബാണ് എയർഫോഴ്സ് വൈ എന്ന് പറയുന്നത്. എയർഫോഴ്സ് എക്സ് കണക്കല്ല. എക്സ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടാണ്. അവിടെ വളരെ ഹൈ എക്സാമാണ് വരാൻ പോകുന്നത്. കാരണം അവിടെ ഫിസിക്സിൽ നിന്ന് ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, മാത്സിൽ നിന്നും ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ടായിരിക്കും ചില ഷിഫ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രോപ്പറായിട്ട് പ്ലാനിങ് അനുസരിച്ച് പഠിക്കേണ്ടത് ഏതാണെന്ന് അറിഞ്ഞ് പഠിച്ചാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് ഇവിടെ റീസണിങ്ങിൻ്റെയും അതുപോലെ തന്നെ മാത്സിൻ്റെയും ഓരോ ടോപ്പിക്കിൻ്റെയും 2 or 3 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ച് പ്രോപ്പറായിട്ട് പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങളും എയർഫോഴ്സ് വൈക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ടോപ്പിക് ആൻഡ് സബ്ജക്റ്റ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എക്സിൻ്റെ ഫീസ്, വൈയുടെ ഫീസ്, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2ൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ കുട്ടികളെ. ലൈവ് ക്ലാസ് ലഭിക്കും, റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും, ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ്, ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കറക്റ്റായിട്ട് പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും.
പ്രോപ്പർ എയർഫോഴ്സ് വൈഡ് സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. സെപ്പറേറ്റ് ബാച്ച് നമ്മുടെ ആപ്പിൽ തന്നെ പ്രോപ്പർ ക്ലാസ്സുകൾ ലൈവായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ലൈവിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സെഷൻ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എയർഫോഴ്സ് എക്സിൻ്റെയും വൈഡും 2020 മോക്ക് ടെസ്റ്റും ഇതും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എത്രയാണ്? 20 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 2 നമ്പറിലും വാട്സപ്പ് അവൈലബിൾ ആണ്. ഫോൺ കോൾ ഓൺലി അവൈലബിൾ ഈ ഒരു നമ്പറിൽ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മാത്രം കോൾ ചെയ്യുക. വാട്സപ്പിലാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും പറയാൻ അന ഡിഫൻസ് അക്കാഡമി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഈ ഒരു വീഡിയോ എത്തിയിരിക്കണം. ഇതനുസരിച്ച് എല്ലാ കുട്ടികളും പഠിച്ച് മുന്നോട്ട് പോവുക. എക്സാം തുടങ്ങാൻ പോകുന്നത് സെപ്റ്റംബർ 22-നാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതേ കണക്ക് വീഡിയോസ് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വെറുതെ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.